വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ വെനസ്വേലയിലെ ഇടക്കാല സർക്കാർ 30 മുതൽ 50 ദശലക്ഷം ബാരൽ ഉയർന്ന നിലവാരമുള്ള എണ്ണ അമേരിക്കയ്ക്ക് കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ എണ്ണ വിപണി വിലയ്ക്ക് വിൽക്കുമെന്നും വെനസ്വേലയിലെയും അമേരിക്കയിലെയും ജനതയുടെ ക്ഷേമത്തിനായി ആ പണം ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനിടെ ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാനുള്ള നടപടികളുമായി ട്രംപ് മുന്നോട്ടു പോവുകയാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഗ്രീൻലൻഡ് ഏറ്റെടുക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മുൻഗണനയാണെന്നും ആവശ്യമെങ്കിൽ സൈനികാക്രമണമടക്കം പരിഗണനയിലാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. എന്നാൽ ഡെൻമാർക്കിനെയും ഗ്രീൻലൻഡിനെയും പറ്റിയുള്ള കാര്യങ്ങൾ ആ രാജ്യങ്ങൾ മാത്രം തീരുമാനിക്കേണ്ടതാണെന്ന് നോർഡിക് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പ്രതികരിച്ചു. അമേരിക്ക ഗ്രീൻലൻഡിനെ ആക്രമിക്കുന്ന പക്ഷം അത് നേറ്റോ സഖ്യത്തിന്റെ അവസാനമായിരിക്കുമെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ വ്യക്തമാക്കി. അതിനിടെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്കും ഭാര്യ സീലിയ ഫ്ലോറസിനും തലയ്ക്ക് പരിക്കേറ്റതായി അമേരിക്ക സ്ഥിരീകരിച്ചു. വെനസ്വേലയിലെ പ്രതിസന്ധിയിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് വെനസ്വേലയെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് തങ്ങളുടെ പ്രധാന ആശങ്കയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു.